ഇനിയും പ്രഖ്യാപിക്കാനുള്ള സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഉചിതമായ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു പാർട്ടിയുടെ തീരുമാനമല്ലേ? അല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ജയിക്കാൻ എന്താ വഴി, അതാണ് നമ്മൾ നോക്കുന്നത്. ജയം മാത്രം ലക്ഷ്യം. ആ ജയം BJP ജയിക്കണം, BJPയുടെ NDA അതാണ്. അല്ലാണ്ട് BJP മാത്രമല്ലല്ലോ, NDA ജയിക്കണം. അതിന് ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജി വേണമോ ആ സ്ട്രാറ്റജിയൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. ഒരുപക്ഷെ ഒരു ദിവസം വൈകിയേക്കാം, 2 ദിവസം വൈകിയേക്കാം. അതൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അത്രയേ ഉള്ളൂ. എന്തോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലമാണ് കേരളം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയേണ്ടി വരില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതിന് ഉത്തരം നേരത്തെ ഇറ്റ്സ് ഓൾറെഡി ഗിവൺ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ഒരു 10-15 പ്രാവശ്യം ആത്മഹത്യയിൽ നിന്ന് വരുന്ന സമയം കഴിഞ്ഞു. അല്ല, അത് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരുടെ താല്പര്യപ്രകാരവും അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടും ചെയ്യുന്നതാണ്. ഇനിയുണ്ടല്ലോ, ഇനി അനൗൺസ് ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അവരായിട്ട് ചർച്ച ചെയ്യും. മറ്റ് മുന്നണികളിലെ പ്രശ്നങ്ങളെ നിങ്ങൾ കൃത്യമായി അന്വേഷിക്കും. ഇപ്പോൾ ലീഗിൽ വലിയ രീതിയിൽ തർക്കങ്ങൾ വരുന്നത്. ഇന്നലെ അവിടെ 35 പേര് രാജിവെച്ചു ഒരു ഡിവിഷൻ. അതുപോലെ കോൺഗ്രസിലെ DCC സെക്രട്ടറി ഇന്നലെ രാജിവെച്ചു. ഇന്നിപ്പോൾ DCC മെമ്പർ DCCക്കെതിരെ പരാതിയുമായി വന്നിട്ടുണ്ട്, പരസ്യമായി വന്നിട്ടുണ്ട്. അത്തരം ആൾക്കാരെ നിങ്ങൾ ഈ അടുത്ത ലിസ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചത്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ദീപകിനത് മനസ്സിലാവുമല്ലോ. BJP ജയിക്കാൻ വേണ്ട സ്ട്രാറ്റജി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അത് അപ്പുറത്തുള്ളവരാണോ ഇപ്പുറത്തുള്ളവരാണോ കൂടെയുള്ളവരാണോ കൂടെ ഇല്ലാത്തവരാണോ, ദാറ്റ്സ് ഓൾ ഡിഫറെൻറ്റ്. എന്താണോ ജയം അതിന് പറ്റിയ സ്ട്രാറ്റജി ഉണ്ടാകും. എന്തോ പറഞ്ഞ കേട്ടില്ല? കേരളത്തിലെ എല്ലാവർക്കും പ്രതീക്ഷയുള്ളത് BJP ആണ്. എല്ലാവർക്കും. മറ്റ് പാർട്ടികളിലേക്ക് പോവാൻ അങ്ങനെ താല്പര്യം, ഈ പാർട്ടി അല്ലാത്ത ഒരു ഓപ്ഷൻ അവരുടെ മുമ്പിലില്ല, വേറൊന്നിനും ചിന്തിക്കുന്നില്ല. അപ്പോ ഇവര് മരിക്കുകയാണ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി അല്ലെങ്കിൽ പിന്നെ മരണം എന്ന തരത്തിലാണ് അവരിതാവുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസോ CPM ഒന്നും അവരുടെ ഓപ്ഷൻ അല്ല. അപ്പൊ പാർട്ടി കൂറുള്ള ആളുകൾ ഇങ്ങനെ അത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അതൊന്നും പരിഗണിക്കേണ്ട കാര്യം. വാസ്തവത്തിൽ അത് പരിഹരിക്കേണ്ടത് ഇടതുപക്ഷം വലതുപക്ഷം. അവർ കുറച്ചുകൂടി നന്നാക്കണം. അപ്പോൾ പിന്നെ ആ ഓപ്ഷൻ ഉണ്ടാവില്ലല്ലോ. അവർ കുറച്ച് നന്നാവാത്തതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഈ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അവരാണത് ശരിയാക്കേണ്ടത്. ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനം കോർ കമ്മിറ്റിയിൽ ഒരു നേതാവ് ഉന്നയിച്ചു വരുന്നു, അതേ തുടർന്ന് തൽക്കാലം അത് ചർച്ച ചെയ്യേണ്ട എന്ന് വെച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് ഇതിൽ വസ്തുത? അങ്ങനെ BJP ആരെങ്കിലും രമേശനെതിരായിട്ട് വ്യക്തിപരമായി കണ്ടതാണോ എന്താണ്? ഞാൻ കോർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞല്ലോ. കോർ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഈ കോർ കമ്മിറ്റിയിലുള്ള എന്താ ഞാൻ പറഞ്ഞല്ലോ, കോർ കമ്മിറ്റിയിൽ ഇരുന്ന ആളാണല്ലോ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം അവിടെ ചർച്ച ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാനും കേട്ടില്ല, ഞാനുണ്ടായിരുന്നു. അല്ല, ഒരു മിനിറ്റ്. ഓ, അപ്പോൾ VK സജീവൻ ഉന്നയിച്ചതാണോ നിങ്ങൾ പറയണേ? ആണോ? VK സജീവൻ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടില്ല. വളരെ കൃത്യം. ഞാൻ ആ പേര് പറഞ്ഞുകൊണ്ട് പറയാണ്, VK സജീവൻ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഉന്നയിക്കേണ്ടത് പറയേണ്ടത് എന്നോടാണ്. കാരണം ഇവിടുത്തെ മേഖലാ പ്രഭാരിയാണ് ഞാൻ. എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, അവിടെ ഉന്നയിച്ചിട്ടുമില്ല. ദീപക് ഈ കോർ കമ്മിറ്റിയൊക്കെ നന്നായിട്ട് അറിയുന്ന ആളല്ലേ. കോർ കമ്മിറ്റിയിൽ ഉന്നയിച്ച കാര്യം അങ്ങനെ വെളി വരില്ല. ഉന്നയിക്കാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞെന്ന് വരും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാ സഹകരണവും എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും നമുക്ക് ഇന്ന് നിലവിലുള്ള ഈ അധമ ഭരണം അവസാനിപ്പിക്കാൻ ഏക പ്രതീക്ഷ BJP. നമസ്കാരം.